ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ലാസ്റ്റാണ് ഞാനിനി നാട്ടിലാണെന്നുള്ള. അപ്പോൾ അതാ നാട്ടിലേക്ക് എത്തിയതാണ് കേട്ടത്. നാട്ടിലത്തെ കിച്ചണാണ്. അപ്പോൾ അത് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിപ്പിച്ചതാണ്. കുറച്ച് പഴം, വലിയ നേന്ത്രപ്പഴം, അതേപോലെ തന്നെ ചെറിയ പഴം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പൊടികളാണ് കേട്ടോ. ഇത് പിന്നെ സ്റ്റീവിയ, പഞ്ചസാരയ്ക്ക് പകരം ചായയിലിടുന്ന, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ കേട്ടോ. എല്ലാം കുറേശ്ശെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കി കൊണ്ടുവന്നതാണ്. പറയാൻ പറ്റില്ല ഞാൻ എത്ര ദിവസം ഉണ്ടാവുക എന്നുള്ള. ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ 1 മാസം വരെ നിൽക്കാനുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരിച്ചു പോകും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഇവിടെ ചായ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലത്തെ ടൈമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഈ ഒരു കിച്ചണിൽ ഇപ്രാവശ്യം കുറഞ്ഞ ദിവസത്തേക്ക് വന്നുകൊണ്ട് ഒരുപാട് അങ്ങനെ കുക്കിങ്ങോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ അത്യാവശ്യത്തിനുള്ള ചെറിയ മട്ടത്തിലുള്ള കുക്കിങ്ങേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരാനുള്ള കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. മോളെ കോൺവെക്കേഷനാണ് കേട്ടോ. കോളേജിൽ അവളെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനും മോളുമാണ് വന്നത്. ഞാനും ലിയാനയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൂടലുണ്ട്. പുതിയ വീട്ടിലേക്ക് താമസം മാറൽ. അനിയത്തി എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ കേട്ടോ. ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോള് റുബി. അപ്പോൾ അവളെ വീട്ടിൽ കൂടലും കൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. അപ്പോൾ അത് 4-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാലാണ് ഇനി തിരിച്ചു പോവുക. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നാൽ ഞാൻ വാങ്ങിക്കുന്ന ചായപ്പൊടിയും പാൽപ്പൊടിയൊക്കെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എനിക്ക് അമൂല്യ, ഞാനിവിടെ സ്ഥിരം വാങ്ങുന്ന പൊടി എന്ന് പറയുന്നത് അമൂല്യമാണ്. അതേപോലെ തന്നെ ഇത് ചായപ്പൊടി ഞാൻ താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് വാങ്ങൽ കേട്ടോ. എല്ലാവർക്കും അറിയണ തന്നെയായിരിക്കും താജ്മഹൽ എന്നുള്ള. അത് എനിക്ക് നിർബന്ധമാണ്. സാധാരണ ഞാൻ അവിടുന്ന് കൊണ്ടുവരലുണ്ട് പാൽപ്പൊടി ഇതൊക്കെ. ഇപ്രാവശ്യം ലഗേജിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത്തിഹാദായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതിന് 25 kg ഉള്ളൂ നമുക്ക്. അപ്പം കുറച്ച് ഉമ്മയുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മളെ വേറെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ, നമുക്കിവിടെ കുറച്ച് വാങ്ങേണ്ടിയല്ലേ ഉള്ളൂ എന്നുള്ളതിൽ അത്യാവശ്യത്തിനുള്ളതേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അത് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ കോഴിക്കോട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. പുറത്തുനിന്നുള്ള കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറേ പ്ലാൻ ഉണ്ട് കേട്ടോ. അതൊന്നും നടക്കുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് നോക്കാം ഇൻഷാ അള്ളാ. എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായ ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇതിലിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാരക്ക് പകരം ഇപ്പം കുറച്ചായിട്ട് ഞങ്ങൾ സ്റ്റീവിയാണ് ചായയിലിടൽ. ഇന്നിപ്പോൾ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കാരണം ഇവിടുത്തെ ഈ ഒരു അമൂല്യൻ്റെ പാൽപ്പൊടിക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. നമ്മൾ അവിടുത്തെ പാൽപ്പൊടി പോലല്ല, ചെറിയൊരു മധുരം ഇതിന് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചായക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടി പോവാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ചായയാണ് ആക്കിയത്. അപ്പോൾ എണീറ്റ ഉടനെ ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു ചെറിയൊരു ചായ. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. വന്ന് വരുമ്പോൾ ഇട്ട ഡ്രസ്സുകളും അങ്ങനത്തെ ഒക്കെ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് പോയ വീടായതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അറിയാമല്ലോ, അലമാര നമ്മൾ എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ പൊടിയും ഇതൊക്കെ ആയിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മെയിൻ ഡോറാണ്. അപ്പോൾ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. നാട്ടിലെത്തിക്കഴിഞ്ഞാലൊരു വേറെ തന്നെ ഒരു ഫീലാണ് അല്ലേ നമുക്ക്. ആ ഒരു ഇത് എന്താ പറയുക, കുറേ വെളിച്ചവും കാര്യങ്ങളൊക്കെ കിടക്കുന്നതും മുറ്റമൊക്കെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് നമുക്കിവിടെ ഒരു ഗസ്റ്റ് വന്നു കേട്ടെന്ന്. ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് ഉടുമ്പ്. ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ, എത്ര വലുപ്പത്തൊന്നുമല്ല, ഭയങ്കര വലുതൊക്കെ ഇവിടെ വരുത്തുന്നുണ്ട്. നമ്മളെ ഈ ഭാഗത്ത് ഇത് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പുഞ്ചിരിമില്ലാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഇത് ഉടുമ്പ് എപ്പോഴും കാണും. അതുപോലെ തന്നെ കീരിയൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. കീരിയും പാമ്പും രണ്ടും ഉണ്ട്. പാമ്പ് എന്ന് പറഞ്ഞാൽ ചേര ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്, ചെറിയ മട്ടത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വരുന്ന സമയത്തൊന്നും ഒരു സാധനവും ഞാൻ ബോട്ടിലൊന്നും അങ്ങനെ ഇറക്കലില്ല കേട്ടോ. കണ്ടെയ്നേഴ്സൊന്നും അങ്ങനെ താഴത്ത് ഇറക്കലില്ല. അത്യാവശ്യത്തിനുള്ള ഇങ്ങനത്തെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ കുറച്ച് ഡബ്ബകളാണ് ഇറക്കൽ. അപ്പോൾ അതിലേക്ക് പാക്കറ്റോടെ തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ചെറിയൊരു ഇത് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ തന്നെ വെക്കുകയാണ്. അതാകുമ്പോൾ പോകുമ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എല്ലാം പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ഒഴിക്കലും പിന്നെ ക്ലീൻ ചെയ്ത് വെക്കലൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാക്കറ്റോടെ തന്നെ എല്ലാം വെക്കുകയാണെങ്കിൽ ഒരു ഈസി ആയിരിക്കും എല്ലാം എടുത്ത് വെക്കാനും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി പോകാനായാൽ 2-3 ദിവസം ഇനി കൊണ്ടുപോകാനുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടി ഉണ്ടാവും. ഇൻഷാ അള്ളാ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇത് നമ്മൾ എന്ത് കത്തി എന്നതിനും പറയലിന് ഭയങ്കര നേരിയതായിട്ടുള്ള കത്തിയാണ്. നല്ല മൂർച്ചയാണ് കേട്ടോ ഇതിന്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ഇന്നലെ ഞാൻ വന്ന ഉടനെ വാങ്ങിപ്പിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, കുറച്ച് നേന്ത്രപ്പഴം. അപ്പോൾ അത് വാട്ടിയിട്ടും ഇതാക്കിയിട്ടൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നേന്ത്രപ്പഴം വാട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയും ബ്രെഡും വാങ്ങിയിട്ടുണ്ട്. രാവിലെ അങ്ങനത്തെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ പിന്നെ അധികം കുക്കിംഗ് ഇല്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ പെങ്ങന്മാരൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം അങ്ങനെ നമുക്കില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഓർഡർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ. പിന്നെ എന്തായാലും കുക്കിംഗ് ഇപ്പം അങ്ങനെ തുടങ്ങിയിട്ടില്ല. ചെറിയ മട്ടത്തിലേ തുടങ്ങിയിട്ടുള്ളൂ. എത്ര ദിവസം ഉണ്ട് ഇവിടെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാ ഞാൻ ആ ഒരു പഴമൊക്കെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാർ ഓരോ ഡൗട്ട് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഇപ്പം കുറച്ചും കൂടെ കുട്ടികളൊക്കെ ജിമ്മിലും ഇതിലൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ കുറച്ച് ഒരുപാടൊന്നുമല്ല, കുറച്ചിട്ട്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങളല്ലേ വലിയത് പറഞ്ഞിന് എന്നിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നല്ല. അങ്ങനെ ഒരുപാടല്ല, ചെറിയ മട്ടത്തിൽ. അപ്പോൾ കുറച്ച് സൺഫ്ലവറൊക്കെ കുറച്ചധികം തന്നെ ഒഴിവാക്കിയിട്ടോ. ഇപ്പോൾ ഒരുവിധം കുക്കിംഗ് മൊത്തം നമ്മൾ ഒരു 90% കുക്കിങ്ങും ഇപ്പം ഒലിവ് ഓയിലും അതേപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലുമാണ്. മാക്സിമം മറ്റുള്ള എണ്ണയൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നെയ്യ്, ബട്ടർ, ഇതൊക്കെയാണ് ഇപ്പം കൂടുതലും ഉപയോഗിക്കൽ. എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് വാങ്ങിച്ചത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് തന്നെ ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമായി തുടങ്ങി. സ്ഥിരമായിട്ട് നമ്മൾ സൺഫ്ലവറിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് എല്ലാത്തിനും പറ്റൂല. ചിലതിനൊക്കെ നമുക്ക് അതിനൊരു ചൊയ പോലെ തോന്നുമായിരുന്നു. ഇപ്പം പക്ഷേ ശീലമായിട്ടോ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് പഴമൊക്കെ ഒന്ന് വാട്ടിയിട്ടുണ്ട്. പഴം ഞാൻ അങ്ങനെ ഇതാക്കിയിട്ട് വലിയൊരു പോരാട്ടോ ഇവിടുത്തെ പഴം. ഒരു കല്ലിപ്പ് പോലെ ഉണ്ട്. അത്ര നല്ല പഴമായിട്ട് തോന്നിയിട്ടില്ല. ഞാനൊരു സൈഡ് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. മാക്സിമം ഞാൻ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കാണിച്ചിട്ട് ഞാൻ നാട്ടിൽ ഉപയോഗിക്കുന്ന ഓവനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ കമൻസിൽ ചോദിക്കുന്നതാണ് കേട്ടോ. പഴയ വീഡിയോസിൽ, ഇപ്പോഴത്തെ അല്ല, പഴയ വീഡിയോസിൽ പണ്ട് ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്നൊക്കെ ചോദിച്ച സമയത്ത് അന്ന് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതിങ്ങനെ കാണുമ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അടച്ചിട്ട് പോയതുകൊണ്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. എൽബ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫാൻ കാണുന്നില്ല, കൺവെക്ഷൻ സിസ്റ്റം ഉള്ളതാണ്. ഇലക്ട്രിക് ഓവനാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഓർമ്മയായപ്പോൾ ഞാൻ കാണിച്ചു തന്നതാണ്. കുറേ ആൾക്കാർ ചോദിച്ച ഒരു ഇതാണിത്, ഈ ഒരു ഓവനെ പറ്റി കാണിക്കണമെന്നുള്ള. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അതാ ഈ ഒരു പഴം തിന്ന് നോക്കിയ സമയത്ത് തീരെ മധുരവും ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, കുറച്ചൊരു കല്ലിപ്പുള്ളൊരു പഴമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ.